ജോജു ജോർജ് നമുക്കറിയാം, ഗംഭീര നടനാണ്, നല്ല റേഞ്ചുള്ള നടനാണ്, ഒരുപാട് സിനിമകളിൽ തെളിയിച്ചതാണ്. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ജോജു അഭിനയിച്ച ജോസഫ് ഒക്കെ നല്ല കിടിലൻ ക്യാരക്ടറാണ്. നല്ലപോലെ ആക്ഷൻ ചെയ്യും, നല്ലപോലെ സെന്റിമെന്റ്സ് ചെയ്യും, അത്യാവശ്യം ഹ്യൂമർ ചെയ്യും. നല്ലൊരു നടൻ എന്ന് നമുക്ക് പറയാവുന്നൊരു നടനാണ് ജോജു. ജോജു ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ പണിയാണ്. പണി നല്ല അടിപൊളി സിനിമയാണ്. വലിയ മെഗാ ഹിറ്റ് ഒന്നും ആയില്ലെങ്കിലും അത്യാവശ്യം ഹിറ്റായ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയാണ്. അതിനകത്ത് രണ്ട് പിള്ളേർ തകർത്തു. അവർ രണ്ടുപേരും സിനിമ കണ്ടവർക്ക് അറിയാം. ക്രൂരമായ കൊച്ചു പിള്ളേരെ നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ ക്രൂരമായ വില്ലത്തരം കാണിച്ച് ജോജുവിൻ്റെ ആദ്യത്തെ ഡയറക്ഷൻ പടമാണ്. തൃശ്ശൂർ ബേസ് ചെയ്ത പടമായിരുന്നു, ഗുണ്ടകളുടെ പടമാണ്. പക്ഷെ അടിപൊളിയായിട്ട് അത് എടുത്തിട്ടുണ്ട്. ജോജുവിൻ്റെ രണ്ടാമത്തെ സിനിമ പണി 2 എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഇതാക്കിയിട്ട് അത് കാവ്യ ഫിലിംസ് ആണ് നിർമ്മിക്കുന്നത്. വേണുകുന്നപ്പള്ളിയാണ് നിർമ്മിക്കുന്നത്. സിനിമയുടെ പേര് പരിപാടി എന്നാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു രക്ഷയില്ലാത്ത ടെക്നിക്കൽ ക്രൂ ആണ്. ബാക്കിയുള്ളതൊക്കെ വഴി അറിയിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ടെക്നിക്കൽ ക്രൂ ഒരു രക്ഷയില്ല. അൻപറുമാണ് അതിൻ്റെ ആക്ഷൻ ഒരുപാട് പ്രാധാന്യമുള്ള സിനിമയാണ്. അൻപറുമാണ് തമിഴിലും മലയാളത്തിലുമായിട്ടൊക്കെ ഗംഭീര സിനിമകൾ ചെയ്തേക്കുന്ന, വിജയുടെയൊക്കെ പടങ്ങൾ ചെയ്തേക്കുന്ന കക്ഷിയാണ്. പിന്നെ യുവൻ ശങ്കർ രാജ ആദ്യമായിട്ട് മലയാളത്തിൽ വരുന്ന പടമാണ്. കാവ്യ ഫിലിംസ് ആയതുകൊണ്ടാണ് നല്ലൊരു ഗംഭീര ടീമിനെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ രാജീവ് രവി, ഗംഭീര സിനിമാറ്റോഗ്രാഫർ, നമ്മുടെ കമ്മട്ടിപ്പാടത്തിൻ്റെയൊക്കെ സംവിധായകൻ. ഇവരെല്ലാം ഒരുമിക്കുമ്പം ജോജുവിന് വലിയ പണി കുറയുകയും ചെയ്യും. പരിപാടി നന്നാകാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും ഗംഭീര ഹിറ്റാകും എന്നുള്ള കാര്യം സംശയമില്ല. അടിപൊളിയായിട്ട് വരട്ടെ. എന്തായാലും ഈ വർഷാവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം റിലീസാണ്.